ലോക ജനസംഖ്യയുടെ 10% വ്യക്തികളെ ബാധിച്ചിരിക്കുന്ന ഒരു കൊലയാളി രോഗമാണ് CKD അഥവാ ക്രോണിക് കിഡ്നി ഡിസീസ്, ദീർഘകാല വൃക്ക രോഗങ്ങൾ. നിലവിൽ 85 കോടി ജനങ്ങളെ ബാധിച്ചിരിക്കുന്ന ഈ രോഗം 1990 മുതൽ 2017 വരെയുള്ള കാലയളവിൽ 33% വർധനവ് രേഖപ്പെടുത്തി. മാരകമായ വൃക്ക രോഗത്തിന്റെ ഏറ്റവും ഭീതിജനകമായ ഒരു റിപ്പോർട്ടാണ് 2030 കിഡ്നി മാറ്റിവെക്കേണ്ടി വരുന്ന ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകേണ്ട വ്യക്തികളുടെ എണ്ണം 5.4 മില്യണിലേക്ക് വർദ്ധിക്കുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2040 ആഗോള മരണസൂചികയിൽ 2ാം സ്ഥാനത്ത് എത്തുമെന്ന് പറയപ്പെടുന്ന ഒരു മാരകമായ ഒരു കൊലയാളി രോഗമാണ് വൃക്ക രോഗങ്ങൾ. 10% ഇന്ത്യക്കാരെ ബാധിച്ചിരിക്കുന്ന ഒരു രോഗം തന്നെയാണ് ക്രോണിക് കിഡ്നി ഡിസീസ്. പ്രമേഹ രോഗികളുടെ ആഗോള തലസ്ഥാനമായി ഇന്ത്യ അറിയപ്പെടുന്ന പോലെ തന്നെ കിഡ്നി രോഗികളുടെ കാര്യത്തിലും ഒരു വൻ വർധനവ് തന്നെയാണ് ഈ സമീപകാലത്തായി ഇന്ത്യ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ആരോഗ്യരംഗത്ത് ഒരു മികച്ച മോഡലായി ദൈവത്തിന്റെ സ്വന്തം നാടായ നമ്മുടെ കേരളം അറിയപ്പെടുന്നുണ്ടെങ്കിലും വൃക്ക രോഗികളുടെ എണ്ണത്തിൽ വൻ വർധനവ് തന്നെയാണ് കുറച്ചു വർഷങ്ങളായി നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. 2020 മുതൽ 2024 വരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ 4 ഇരട്ടിയിലധികമായി വൃക്ക രോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. 2020 43,740 വൃക്ക രോഗികൾ ഉണ്ടായിരുന്നത് 2021 91,759 2022 1,30,633 2023 1,93,281 വൃക്ക രോഗികളായി 4 വർഷം കൊണ്ട് 4 ഇരട്ടിയിലധികമായി വൃക്ക രോഗികൾ മാറുന്നു. 105 ഡയാലിസിസ് കേന്ദ്രങ്ങളിലൂടെ 2000 രോഗികൾക്കാണ് സർക്കാർ സഹായം മുഖാന്തരം ഡയാലിസിസ് കേന്ദ്രങ്ങളിലൂടെ ചികിത്സ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിനു പുറമെ സ്വകാര്യ ആശുപത്രികളിലൂടെ ചികിത്സ തേടുന്ന ഡയാലിസിസ് രോഗികളുടെ എണ്ണം ഒരു മാസം 2.5 ലക്ഷത്തോളം ഡയാലിസിസ് ചെയ്യപ്പെടുന്നുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. വൃക്ക രോഗങ്ങളിലൂടെ തകരുന്ന ഒരു കേരളമായി നമ്മുടെ സംസ്ഥാനം മാറിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യരാശിയുടെ ഏറ്റവും ഭീഷണിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഈ ക്രോണിക് കിഡ്നി ഡിസീസിന്റെ ഏറ്റവും പ്രധാന കാരണമായി കണ്ടെത്തിയിരിക്കുന്നത് ഏകദേശം 42% ബാധിച്ചിരിക്കുന്നത് ഡയബറ്റിക് മെലിറ്റസ് ടൈപ്പ് 2 എന്ന പ്രമേഹവും 28% ഉയർന്ന രക്തസമ്മർദ്ദവും 7% ഗ്ലോമുറൽ നെഫ്രൈറ്റിസ് എന്ന അസുഖവും പോളിസിസ്റ്റിക് കിഡ്നി കംപ്ലൈൻസുമാണ് ഈ രോഗത്തെ ഇത്രയും തീവ്രമായി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ചികിത്സയില്ലാത്ത ജീവിതശൈലി രോഗമായ ക്രോണിക് കിഡ്നി ഡിസീസിനെ പ്രതിവിധി എന്ന് പറയുന്നത് ഹീമോഡയാലിസിസും പെരിറ്റോണിയൽ ഡയാലിസിസും അല്ലെങ്കിൽ കിഡ്നി മാറ്റിവെക്കൽ എന്ന് പറയുന്ന ഒരു പ്രക്രിയയല്ലാതെ മറ്റൊന്നും തന്നെയില്ല. ഉയർന്ന അളവിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ക്രിയാറ്റിൻ ലെവലും യൂറിയ ലെവലും അതെല്ലാം തന്നെ മാരകമായ കിഡ്നി രോഗത്തിന്റെ സൂചികകളാണ്. ചികിത്സയില്ലാതെ ജീവിതശൈലിയിലെ മാറ്റങ്ങളും പ്രോട്ടീൻ കുറച്ച ഭക്ഷണവും ഉപ്പ് കുറഞ്ഞ ഭക്ഷണവും സസ്യ ആധിപത്യം കൂടുതലുള്ള ഭക്ഷണക്രമങ്ങളിലൂടെ മാത്രമേ ആ വ്യക്തിയുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ കഴിയൂ. കിഡ്നി രോഗികൾക്കും ജീവിതശൈലി രോഗങ്ങൾക്കും ആശ്വാസമായി ഫലവർഗ, പച്ചക്കറി, ആയുർവേദ മൂലികകളിലൂടെ കൃത്യമായ ശാസ്ത്രീയമായ സംയോജനത്തിലൂടെ ഒരു മികച്ച R&Dയിലൂടെ വികസിപ്പിച്ചെടുത്ത ഹൈലോൺ ഹെൽത്ത് കെയറിന്റെ ഏറ്റവും മികച്ച ജീവിതശൈലി ഉൽപ്പന്നങ്ങളിലൂടെ ക്രിയാറ്റിന്റെ ലെവൽ കുറച്ച്, യൂറിയയുടെ ലെവൽ കുറച്ച് കിഡ്നിയുടെ പരിപൂർണമായ സംരക്ഷണം ഉറപ്പുവരുത്താൻ ഈ ഉൽപ്പന്നങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഹെയ്ലോൺ ഹെൽത്ത് കെയറിന്റെ R&Dയിലൂടെ വികസിപ്പിച്ചെടുത്ത എൻഹെൽത്ത്, എൻറീനൽ, ആയുഷ് കിഡ്നി എന്ന 3 സപ്ലിമെന്റുകളുടെ കൃത്യമായ ഉപയോഗത്തിലൂടെ ഉയർന്നിരിക്കുന്ന ക്രിയാറ്റിൻ ലെവലും യൂറിയയും കുറച്ച് ആ വ്യക്തിയുടെ കിഡ്നിയുടെ സംരക്ഷണം ഉറപ്പുവരുത്താൻ ഈ സപ്ലിമെന്റുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നത് വളരെ ആശ്വാസകരമായ ഒരു വാർത്തയാണ്. ഇനി ഒരിക്കൽ പോലും ജീവിതത്തിലേക്ക് തിരിച്ചു പോക്കില്ല എന്ന് കരുതിയിരുന്ന എത്രയെത്ര ജീവിതങ്ങളെയാണ് വീണ്ടും ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ ഹെയ്ലോൺ ഹെൽത്ത് കെയറിന്റെ ഈ സപ്ലിമെന്റുകൾ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. 100 കണക്കിന് വ്യക്തികളെ, ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളും ക്രിയാറ്റിൻ കംപ്ലൈന്റ് ആയിരുന്ന വ്യക്തികളെയും ജീവിതത്തിന്റെ സന്തോഷത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഹെയ്ലോൺ ഹെൽത്ത് കെയറിന്റെ
അമൂല്യമായ ഇത്തരം സപ്ലിമെന്റിലൂടെ സാധിച്ചിട്ടുണ്ട്. 11ാം വയസ്സിലേക്ക് പ്രവേശിച്ച ഹെയ്ലോൺ ഹെൽത്ത് കെയർ കമ്പനിക്ക് ലഭിച്ച ഒരു മികച്ച അംഗീകാരമാണ് ഒരു വിദേശ രാജ്യത്തു നിന്ന് ഒരു ബഹുമതി നമ്മുടെ കമ്പനിയുടെ ചെയർമാൻ കം മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ഡേവിഡ് പോൾ സജിൽ സാറിനെ തേടി വന്നത്. ശാസ്ത്ര സാങ്കേതിക വിദ്യയിലെ നൂതനമായ അറിവുകളെ എന്നും പ്രോത്സാഹിപ്പിക്കുന്ന ഗ്ലോബൽ കൺസോർഷ്യം ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയും ഓൾട്ടർനേറ്റീവ് അഥവാ കോംപ്ലിമെന്ററി മെഡിസിന് വളർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഹ്യൂമനിക്കൽ മെഡിക്കൽ ഹ്യൂമാനിറ്റേറിയൻ ഓർഡർ നൈറ്റ്സ് ഓഫ് സെന്റ് ജോൺ ഓഫ് ജെറുസലേം എന്നീ 2 ആഗോള സംഘടനകൾ നമ്മുടെ ബഹുമാനായ ഡോക്ടർ ഡേവിഡ് പോൾ സജിൽ സാറിനെ ഈ കഴിഞ്ഞ 2024 നവംബർ മാസം ശ്രീലങ്കയിൽ വെച്ച് ഹോണററി ഡോക്ടറേറ്റും ഇന്റർനാഷണൽ ബിസിനസ് ഐക്കൺ അവാർഡും നൽകി ആദരിക്കുന്നു. കഴിഞ്ഞ 10 വർഷത്തെ നിസ്തുലമായ പ്രവർത്തനത്തിന് ലഭിച്ച ഏറ്റവും മികച്ച ഒരു പൊൻതൂവലാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന 2 ഇന്റർനാഷണൽ അവാർഡുകൾ. താങ്ക് യു ഡിയർ ഓൾ ഹെയ്ലോൺ ഫാമിലി മെമ്പേഴ്സ്. ഇറ്റ്സ് യു all made it happen. It's a proud moment. We get an international award for our health services, overseas recognition to us and our godly services to mankind in healthcare industry. Thank you very much.